എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ വാനും ജിന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് മൂ എത്തുന്നുണ്ട്. അവൾക്ക് വാൻ ഇങ്ങനെ ജിന്നിന്റെ അടുത്ത് സംസാരിക്കുന്നത് തീരെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ഒരു ആപ്പിളുമായി എത്തി അത് അവൾ ജിന്നിന് കഴിക്കാനായി കൊടുക്കുമ്പോൾ അവനാകട്ടെ വേഗം തന്നെ അവളുടെ കയ്യിലുള്ള ആപ്പിൾ ഒന്ന് കടിക്കുന്നുണ്ട്. ഇതൊന്നും വാനിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഞാൻ പോവാണെന്നും പറഞ്ഞു അധികം നേരം അവിടെ നിൽക്കാതെ വാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സ്ഥലം വിടുന്നുണ്ട്. ഈ ടീം ജിന്നാകട്ടെ മൂവിനോട് നിനക്ക് ഭയങ്കര ധൈര്യമാണല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ ചുമ്മാ വന്ന് ശല്യപ്പെടുത്തുമ്പോൾ പറഞ്ഞു വിടാനായിട്ട് എന്തെങ്കിലും ഒരു നമ്പർ എന്റെ ഇല്ലാണ്ടിരിക്കുമോന്ന് മൂ ചോദിക്കുന്ന ടീം. എന്നാലും നീ അത് കൊണ്ടു തന്നപ്പോ ഞാനത് കഴിക്കുമെന്ന് നീ എങ്ങനെ വിചാരിച്ചു എന്ന് ചോദിക്കുമ്പോ പിന്നെന്താ ആ പെണ്ണിനെ അപ്പൊ പറഞ്ഞു വിടണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണമായിരുന്നു എന്ന് മൂ പറയുമ്പോ വാൻ എനിക്കൊരു പ്രശ്നമേ അല്ലാന്ന് ജിൻ പറയുന്ന ടീം. അവരെ മാത്രല്ല വേറെ ആൾക്കാർക്ക് ജിന്നിനോട് താല്പര്യം കാണുമല്ലോ എന്ന് മൂ അവളുടെ കാര്യം ഇങ്ങനെ ഒന്ന് നൈസായോടെ പറയുമ്പോഴേക്കും അങ്ങനെ ഇപ്പൊ ആരെന്റെ പിറകെ നടക്കാനായിട്ടുള്ളതെന്ന് അവനൊന്നും മനസ്സിലാവാത്ത കണക്ക് ഒന്ന് അഭിനയിച്ചുകൊണ്ട് ആപ്പിൾ കടിക്കുമ്പോഴേക്കും അവക്ക് ദേഷ്യം വരുന്നുണ്ട്. അവളും ആ ആപ്പിളിൽ ഒരു കടി കൊടുക്കുന്നു. അതവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവളാകട്ടെ ഒരു ദിവസം ജിൻ പേടിക്കുന്ന കണക്ക് ഒരു പെണ്ണ് ജിന്നിന്റെ മുന്നിൽ വന്ന് നിൽക്കുമെന്ന് അവനോട് വളരെ കോൺഫിഡന്റ് ആയി പറയുമ്പോ അവൻ ആ ആപ്പിളിൽ വീണ്ടും ഒരു കടി കടിച്ചോണ്ട് അത് അപ്പോഴല്ലേ അപ്പൊ നോക്കാന്ന മട്ടില് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസമായിട്ടെ മൂ നാനയുടെ കൂടെ ഡ്രൈവിംഗ് ക്ലാസിന്റെ അവിടെ പോകുന്നുണ്ട്. ഓൾറെഡി മൂന്ന് ഡ്രൈവിംഗ് ഒക്കെ അറിയാമെങ്കിലും അവൾ അങ്ങനെ ഒഫീഷ്യലി ലൈസൻസ് എടുത്തിട്ടോ ഒന്നും തന്നെ ഇല്ലല്ലോ. അപ്പൊ അതിനു വേണ്ടിയാണ് പോകുന്നത്. അവിടെ നാന മൂന്ന് വേണ്ടി എളുപ്പന്ന് ചൈനീസ് ഒക്കെ സംസാരിക്കാൻ അറിയാവുന്ന ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറെ തന്നെയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫോർമലി ഒരു ഡ്രൈവിംഗ് ക്ലാസ്സിനായി മൂ ഇരിക്കുന്നതെങ്കിലും അവളുടെ ഉള്ളിലെ അച്ഛന്റെ ജീന്, അതായത് റേസറായ ഒരു അച്ഛന്റെയും റേസറായ ഒരു ബ്രദറായി എന്നാൽ ഇപ്പോൾ അവൾ ലവർ ആക്കാൻ പ്ലാൻ ചെയ്യുന്ന ജിന്നിന്റെ ഒക്കെ കൂടെയുള്ള സഹവാസത്തിൽ അവൾ നന്നായി തന്നെ അന്ന് അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. അതിനുശേഷം മൂ അവളെ കൺഗ്രാചുലേറ്റ് ചെയ്യുന്നു. നീ ഒരു ലക്കി സ്റ്റാറാ, അതാ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തി പോകുന്നുണ്ടല്ലോ എന്നല്ല. ഈ ടീം നിന്നെ ആദ്യമായി കണ്ടപ്പോൾ മുതലേ എനിക്ക് നീയുമായിട്ട് ഒരു ഇൻസ്റ്റന്റ് കണക്ഷൻ ഫീൽ ചെയ്തിരുന്നു. നമ്മളേതാണ്ട് മുൻ ജന്മത്തിലെ സുഹൃത്തുക്കളായിരുന്ന കണക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടെന്നെല്ലാം ഞാൻ പറയുമ്പോൾ അത് കേൾക്കുന്ന മൂവും ഒരുപാട് ഹാപ്പി. ഇവിടെ വന്നിട്ട് അവൾക്ക് എല്ലാ കാര്യത്തിനും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന നല്ലൊരു ഫ്രണ്ടാണ് നാന. ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മുടെ വർക്ക്ഷോപ്പില് ജിന്നില്ലേ ആ നീത്തിക്കുട്ടി അവളുടെ ആൻസർ ഷീറ്റ് റിപ്പോർട്ട് കാർഡും ഒക്കെ നമ്മുടെ സാൻലിയും ഫെങ്സിയും മറ്റു രണ്ട് സ്റ്റാഫ്സും ഒക്കെ ഇങ്ങനെ നോക്കി കിളി പോയിരിക്കുകയാണ്. കാരണം അത്ര കൊട്ടക്കണക്കിന് മാർക്കാണ് മേടിച്ചോണ്ട് വന്നിരിക്കുന്നത്. അവരാണെങ്കിൽ കുറച്ച് ഉപദേശിക്കുന്നു ചെയ്യുന്നുണ്ട്. പഠിക്കുന്ന പ്രായത്തിൽ പഠിച്ചില്ലെങ്കിൽ വലുതാവുമ്പോൾ ഞങ്ങളെ പോലെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും എന്നൊക്കെ. അവളാകട്ടെ ഒന്ന് സൈൻ ചെയ്തതാ, വീട്ടിൽ ഇത് കൊണ്ടേ സൈൻ ചെയ്യിക്കാൻ പറ്റത്തോണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒന്ന് സൈൻ ചെയ്തതാന്ന് പറയുമ്പോൾ ഫെങ്സി സൈൻ ചെയ്യാനായിട്ട് വലിയ ആളായിട്ട് ചെല്ലുന്നുണ്ടെങ്കിലും അവൻ ആക്ച്വലി ജിന്നെന്ന ഒരു കള്ള സൈൻ ഇടാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്ക് പഠിപ്പും വിവരം പോലും ഇല്ലാത്ത ഒരു പൊട്ടനെ കണക്കാണ് അവനപ്പോൾ അവിടെ ഇരിക്കുന്നത്. ഇത് കാണുന്ന സാൻലി നീ പോടാ ഞാൻ സൈൻ ചെയ്ത് കൊടുക്കാന്നും പറഞ്ഞ് അതിങ്ങ് വാങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അത് കണ്ട് ജിൻ എത്തുന്നുണ്ട്. തുടർന്ന് ജിൻ അത് വാങ്ങിച്ചു നോക്കുമ്പോൾ ഈ ലാസ്റ്റത്തെ 2 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിനക്ക് എഴുതാൻ സാധിക്കുമായിരുന്നല്ലോ, അത് ഈസി ആയിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് അത് എഴുതാഞ്ഞത്, എന്തിന് ഇത്രയും കുറഞ്ഞ മാർക്ക് മേടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവൾ മനഃപൂർവ്വമാണത് എഴുതാതെ വിട്ടതെന്ന് അവന് മനസ്സിലായിട്ട് അവൻ ചോദിക്കുന്നത്. എന്തായാലും അതേ കണക്ക് തന്നെയാണ് അവളും കാര്യങ്ങൾ പറയുന്നത്. വേറൊന്നുമല്ല, കൂടുതൽ മാർക്ക് കിട്ടുന്ന കൊച്ചിനെ ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആക്കുമെന്നും ഒരു സ്പീച്ച് കൊടുക്കേണ്ടി വരുമെന്നൊക്കെ മിസ് ഓൾറെഡി പറഞ്ഞിരുന്നു. എനിക്ക് അതിനൊന്നും താല്പര്യമില്ല. അതിന് എസ്കേപ്പ് ആവാൻ വേണ്ടി മനഃപൂർവ്വം ഞാൻ മാർക്ക് കുറച്ച് മേടിച്ചതാ. പക്ഷേ ഇത് അമ്മയോട് പോയി പറയാൻ പറ്റില്ല, അമ്മ എന്നെ റെഡി ആക്കില്ല, അതുകൊണ്ട് ചേട്ടനൊന്ന് സൈൻ ചെയ്ത് താന്ന് ആ കൊച്ച് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തവണത്തേക്ക് ചെയ്തു തരാം, പക്ഷേ ഇനി നീ മേലാൽ ഇത് ആവർത്തിക്കരുത്. നിനക്ക് അങ്ങനെ റെപ്രസെന്റേറ്റീവ് ആവാൻ താല്പര്യമില്ല, സ്പീച്ച് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ അത് നേരിട്ട് മിസ്സിനോട് പറയണം, അല്ലാതെ ഇങ്ങനെ മാർക്ക് കുറവ് മേടിച്ച് അതിന് എസ്കേപ്പ് ആവുകയല്ല വേണ്ടതെന്ന് അവൻ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനെ വീട്ടിലേക്ക് വിടാനായി ഒരു സ്റ്റാഫിനെ പറഞ്ഞു വിടുമ്പോൾ സാൻലി എടാ നിനക്ക് ആ കൊച്ചിനോടെങ്കിലും ഇച്ചിരി മയത്തി പെരുമാറിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അതായത് ഇപ്പൊ ഉപദേശിച്ചില്ലേ അത് വേണ്ടായിരുന്നു എന്നാണ് സാൻലി പറയുന്നത്. അത് കേൾക്കുന്ന ജിന്നാട്ടെ ഇടയ്ക്കിടയ്ക്ക് അവൾ ഇതുപോലെ മാർക്ക് കുറച്ച് മേടിച്ചോണ്ട് വരുമ്പോൾ നീയൊക്കെ സൈൻ ചെയ്ത് കൊടുത്ത് അവളെ വഷളാക്കി വെച്ചിരിക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കിതൊന്നും അറിയില്ലെന്നാണോ നിന്റെ വിചാരം ഒന്നും കൂടി ജിൻ ചോദിക്കുമ്പോൾ ഇനി ഇവിടെ ഇരുന്ന് ബാക്കിയും കൂടി വാങ്ങിച്ചു കൂട്ടുണ്ടാകുന്ന മട്ടില്ല സാൻലി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ പിന്നീട് മൂ പുറത്തേക്ക് പോകുന്നുണ്ട് സാൻലിയെ കാണാനായി. അവന്റെ റേസിൽ നിന്നാണ് വരണമെന്ന് പറഞ്ഞ് അവൻ അവളെ മീറ്റ് ചെയ്യാനായി വിളിച്ചിരിക്കുന്നതാണ്. അന്ന് അവർ ഒന്നിച്ച് ഡ്രിഫ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്തിരുന്നല്ലോ. എന്തായാലും ഇപ്പൊ അങ്ങനെ കാണാനായി പുറത്തേക്ക് പോയിരിക്കുന്നവൾ അവിടെ ഒരു സ്ഥലത്ത് മിൽക്ക് ടീ വാങ്ങുന്നു. ആ ടീം അതിനടുത്ത് തന്നെ ലിന്നും അവന്റെ കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു. അവളാകട്ടെ ലിന്നിനെ കണ്ട സ്ഥിതിക്ക് വേഗം അവന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. തുടർന്ന് അവൻ അവളുടെ കയ്യിരിക്കുന്ന മിൽക്ക് ടീ ഇത് എന്തിനു കൊള്ളാന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ പിന്നെ വേറെന്താ നല്ലതെന്ന് അവൾ ചോദിക്കുമ്പോ വാ കാണിച്ചു തരാന്നും പറഞ്ഞ് അവൻ വിളിക്കുന്നുണ്ട്. ഈ ടീം അവൾ അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ അവൻ പറഞ്ഞ കണക്ക് തന്നെ അവൾ വാങ്ങിച്ച ഫ്ലേവർ കൊള്ളുകയില്ലായിരുന്നു. അവനായിട്ട് അവൾക്ക് അവിടെ ഒരു കോക്ടെയിൽ റെഡിയാക്കുന്നുണ്ട്. ഞാൻ ആൽക്കഹോൾ യൂസ് ചെയ്യാറില്ലാന്ന് അവൾ പറയുന്ന ടീം ഇതിൽ ആൽക്കഹോളും ഇല്ല പീച്ചും ഇല്ല, കുടിച്ചു നോക്കെന്നും പറഞ്ഞ് അവൻ അത് അവൾക്ക് നൽകുമ്പോൾ അവൾക്ക് അത് വളരെയേറെ ഇഷ്ടാവുന്നുണ്ട്. അത് സ്ട്രോബെറി ഫ്ലേവേർഡ് ഡ്രിങ്ക് ആയിരുന്നു. കൊള്ളാം നന്നായിട്ടുണ്ടെന്ന് അവൾ പറയുമ്പോൾ കൂടെയുള്ളവർ വേഗം ലിനിനോട് ടൈം ആകുന്നു എന്ന കാര്യം ഓർമ്മപ്പെടുത്തുമ്പോൾ ഞങ്ങളൊരു മൗണ്ടന്റെ അവിടെ പോവാ, വരുന്നോ, മൗണ്ടൻ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊരു റൈഡ് തരാമെന്ന് അവൻ പറയുമ്പോൾ ഞാൻ എന്റെ ഫ്രണ്ട് സാൻലിയെ കാണാനേ വന്നതാണെന്ന് മൂ പറയുന്ന ടീം സാൻലിയോ ഞാനും അവനെ കാണാനാ പോകുന്നത്, ഞാനീ പോകുന്ന മൗണ്ടന്റെ അവിടേക്കാ അവനും വരുന്നതെന്ന് ലിൻ പറയുമ്പോൾ സാൻലി പരിചയം ഉണ്ടോന്ന് മൂന്ന് ഭയങ്കര അത്ഭുതം. വലിയ പരിചയമൊന്നുമില്ല, എന്നാലും ചെറിയൊരു പരിചയം
വന്നിട്ടുണ്ടെന്ന് ലിൻ പറയുമ്പോഴേക്കും സാൻലി നിൽക്കുന്നിടത്ത് വന്ന് പിക്ക് ചെയ്യാനായിട്ട് ടൈം ഇല്ല, അതുകൊണ്ട് അവളോട് ഒരു മൗണ്ടന്റെ അവിടേക്ക് വന്നു പറഞ്ഞ് ഡീറ്റെയിൽ അയച്ചു കൊടുക്കുമ്പോഴേക്കും അവിടേക്ക് തന്നെയാണ് ലിൻ പോകുന്നതെന്ന് മനസ്സിലാക്കുന്ന അവൾ ലിന്നിന്റെ കൂടെ പോകാനേ ഒരുങ്ങുന്നു. അങ്ങനെ ആ ടീം വണ്ടിയെല്ലാം സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പുറപ്പെടുന്ന ടീം ഒരു റേസേഴ്സിന്റെ ഇടയിൽ യൂസ് ചെയ്യുന്ന ഒരു സീക്രട്ട് കോഡ് ലിൻ മൂവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ആ ഒരു റേസ് നടക്കുന്ന സ്ഥലത്തെത്തി വെയിറ്റ് ചെയ്ത് ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷമാണ് സാൻലി അങ്ങോട്ടേക്ക് വരുന്നത്. അതും അവൻ ഇങ്ങനെ അങ്ങോട്ടേക്ക് വരുന്നത് അവിടെ വെച്ചിരുന്ന CCTV വഴി ഇവർ വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ടിവിയിലൂടെ കാണാലോ. അതിനിടയിൽ അവൻ ഓടിച്ചോണ്ട് വന്ന പിങ്ക് പിക്കപ്പ് ട്രക്ക് ചില കുഴിയിലൊക്കെ വീഴുമ്പോ ഒരു വിധമാണ് അവൻ അതിൽ നിന്നൊക്കെ എടുത്ത് അങ്ങനെ വരുന്നത്. ഇതൊക്കെ കണ്ടു നിൽക്കുന്നവരൊക്കെ അവനെ കളിയാക്കുന്നുണ്ട്. ഈ ടീം എന്തിനാ സാൻലി ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് ലിന്നിനോട് മൂ ചോദിക്കുമ്പോൾ അവനെ റേസിന് വിളിച്ചതാണെന്ന് ലിൻ പറയുന്നുണ്ട്. ആക്ച്വലി അന്ന് രാത്രി ആ കറുത്ത വണ്ടി ഓടിച്ച് തന്നെ ക്രോസ് ചെയ്ത് പോയത് സാൻലി ആണോന്നൊന്ന് ഉറപ്പിക്കാനായിട്ടാണ് ലിൻ സാൻലിയെ ഇപ്പോ വിളിച്ചിരിക്കുന്നത്. എന്തായാലും സാൻലി അങ്ങനെ ഒരുവിധം അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും നീ ലേറ്റ് ആയല്ലോ എന്ന് മൂ പറയുമ്പോ പിന്നെ ഇവിടെ വലിയൊരു ഇവന്റ് നടക്കല്ലേ, എനിക്ക് അങ്ങനെ എടുപിടിന്ന് വരാൻ പറ്റുമോ, ഞാനും റെഡി ആവണ്ടേന്ന് അവൻ പറയുന്ന ടീം ആ റെഡ് സ്കാർഫ് അങ്ങ് ഊരായിരുന്നു എന്ന് അവൾ പറയുമ്പോ അയ്യോ അതെന്റെ ലക്കി സ്കാർഫാ, ഊരാൻ പറ്റില്ല എന്ന് അവൻ പറയുമ്പോ ശരി റേസ് തുടങ്ങാമെന്ന് ലിൻ ചോദിക്കുമ്പോ സാൻലിയും ഓക്കെ പറയുന്നു. അങ്ങനെ സാൻലിയുടെയും ലിന്നിന്റെയും റേസ് നടക്കാനേ പോവാണ്. സാൻലിക്ക് ആക്ച്വലി റേസിലൊന്നും പങ്കെടുത്തൊന്നും പരിചയമില്ല, അവന് താല്പര്യം ഇല്ലാണ്ട് അവനൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പൊ ഈ റേസിൽ വന്ന് പെട്ടതല്ലേ, അവൻ അതുകൊണ്ട് തന്നെ ആ ടെൻഷനിലിരിക്കുകയാണ്. ഈ ടീം ലിന്നാകട്ടെ അവൻ പിക്കപ്പ് ട്രക്ക് ഓടിക്കാൻ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവനൊരു 5 സെക്കൻഡ് ഹെഡ് സ്റ്റാർട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് സാൻലി അവന്റെ വണ്ടി മുന്നോട്ട് എടുത്ത് ഒരു 5 സെക്കൻഡിന് ശേഷമേ ലിൻ അവന്റെ കാറ് മുന്നോട്ട് എടുക്കുമെന്ന്. ട്രക്ക് ആയതുകൊണ്ട് ഒരു പരിഗണന കൊടുക്കുന്നതാണ്. എന്തായാലും അപ്പോഴേക്കും മൂ സാൻലിയുടെ അടുത്തെത്തി അവന് ഓൾ ദ ബെസ്റ്റ് ഒക്കെ കൊടുക്കുന്നു. അങ്ങനെ റേസ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. 5 സെക്കൻഡ് ഹെഡ് സ്റ്റാർട്ട് കൊടുത്തല്ലോ, ആ 5 സെക്കൻഡ് തികയും മുന്നേ വണ്ടി അങ്ങനെ ഒന്ന് ജസ്റ്റ് മുന്നോട്ടെടുത്ത് സാൻലിക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ അതിങ്ങനെ ക്രോസ് വന്ന് നിൽക്കുമ്പോൾ ലിന്നും കണ്ടു നിന്നവരും എല്ലാം എന്തോന്ന് ഇതെന്താ മട്ടിലാവുന്നുണ്ട്. അവിടെയൊക്കെ ആളുകൾ സാൻലിയെ കളിയാക്കി ചിരിക്കുമ്പോൾ മൂന്ന് ഭയങ്കര നാണക്കേട് ഫീൽ ആവുന്നുണ്ട്. ലിൻ നേരെ സാൻലിയുടെ അടുത്തേക്ക് എത്തി 5 സെക്കൻഡ് പോലും മര്യാദയ്ക്ക് ഇത് ഓടിക്കാൻ നിനക്ക് പറ്റുന്നില്ലേ എന്ന് ചോദിക്കുന്ന ടീം വീടിനടുത്ത് കിടന്ന് ഉരുളുക എന്ന് കേട്ടിട്ടില്ല. അതായിരുന്നു സാൻലിയുടെ പിന്നീടുള്ള പ്രകടനം. 5 സെക്കൻഡ് ഒക്കെ ആർക്ക് വേണം, എനിക്ക് ആ ഓഫർ വേണ്ട, ഞാനത് ക്യാൻസൽ ചെയ്താലോ എന്ന് വിചാരിക്കാണെന്ന് പറയുമ്പോൾ ഈ റേസേ ക്യാൻസൽ ചെയ്താലോ എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇവരെ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല, ഇവനായിരിക്കില്ല അന്ന് തീർച്ചയായും വണ്ടി ഓടിച്ചതെന്ന് ഉറപ്പിക്കുന്ന ലിൻ നിന്റെ ആ ക്യാപ്പിംഗ് ഇതാന്നും പറഞ്ഞു അത് വാങ്ങുമ്പോൾ ഇതേ വേറൊരാളുടെ എനിക്ക് അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണെന്ന് ആ ഒരു ക്യാപ്പ് കാണിച്ച് സാൻലി പറയുന്നുണ്ടെങ്കിലും ഞാൻ അയാൾക്ക് കൊടുത്തോളാന്ന് പറഞ്ഞ് ലിൻ അത് വാങ്ങുന്നു. കൂടാതെ അവിടെ നിന്ന് മൂന്നിന്റെ അടുത്തേക്ക് എത്തി മൗണ്ടന്റെ താഴത്തെ ആ ഒരു കോഫി ഷോപ്പിൽ ഞാൻ വെയിറ്റ് ചെയ്യും, 30 സെക്കൻഡിനുള്ളിൽ നീ അവിടെ വന്ന ഇന്നത്തെ എന്റെ ട്രീറ്റ് നിനക്ക് ഞാൻ തരുമെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുമ്പോൾ സാൻലി ആകെപ്പാടെ ചമ്മി മൂവിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഷോ ഇത്രയും ഒരുങ്ങി കെട്ടി വന്നിട്ട് വേസ്റ്റ് ആയല്ലോ എന്ന് അവൻ പറയുമ്പോ ജയിക്കില്ല എന്ന് ഉറപ്പല്ലായിരുന്നോ, പിന്നെ എന്തിനായിരുന്നു ഇത്രയും ബിൽഡപ്പും തള്ളുവെന്നും അവളും ചോദിക്കുന്നുണ്ട്. വാ എന്തായാലും നമുക്ക് താഴോട്ട് പോവാം, മല കയറാനാ പാട്, ഇറങ്ങാൻ ഒരു പാടും ഇല്ലാന്ന് അവൻ പറയുമ്പോ അല്ല മല ഇറങ്ങാനാ പാട്, നീ ഓടിക്കണ്ട ഞാൻ ഓടിച്ചോളാന്ന് പറഞ്ഞു അവൾ അങ്ങനെ ട്രക്ക് ഓടിക്കുന്നുണ്ട്. 30 സെക്കൻഡ് ടൈം ആയിരുന്നല്ലോ ലിൻ കൊടുത്തത്, അവൾ 23 സെക്കൻഡ് ആവുമ്പോഴേക്കും ആ ഒരു അടിവാരത്തിന്റെ അവിടെ എത്തുന്നുണ്ട്. തുടർന്ന് അത് കാണുന്ന ലിൻ അവിടെ കാറിൽ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ കേക്ക് ഷോപ്പിൽ കേക്ക് ഓർഡർ ചെയ്യാനായി സാൻലി പോകുമ്പോൾ ക്രീം ഇല്ലാത്ത കേക്കാണ് നോക്കി നോക്കി ഓർഡർ ചെയ്യുന്നത്. അതെന്താ ക്രീം വേണ്ടേന്ന് മൂ ചോദിക്കുമ്പോൾ ജിന്നിന് ക്രീം ഇഷ്ടമല്ല, അതുകൊണ്ട് അവനും കൂടി ചേർത്ത് ഞാൻ ഓർഡർ ചെയ്യുന്നതെന്ന് സാൻലിയും പറയുന്നു. പക്ഷെ ഇവർ പേ ചെയ്യാനായി നോക്കുമ്പോഴേക്കും നിങ്ങളുടെ പേയ്മെന്റ് ഓൾറെഡി തന്നു എന്ന് ആ ഷോപ്പിലെ സ്റ്റാഫ് പറയുമ്പോൾ ആരായിരിക്കും നമ്മുടെ കാശ് കൊടുത്തതെന്ന് സാൻലിക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും 30 സെക്കൻഡിന് മുന്നേ നമ്മൾ വന്നതുകൊണ്ട് തീർച്ചയായും ലിന്നിന്റെ ട്രീറ്റ് ആണെന്ന് പറഞ്ഞു അവൾ അങ്ങനെ അവിടെ നിൽക്കുമ്പോഴേക്കും അവിടെ കുറച്ച് ആളുകളുണ്ടല്ലോ ഈ റേസുമായി ബന്ധപ്പെട്ട് വന്ന ആളുകൾ. അതില് പെൺപിള്ളേരുടെ അടുത്തൊക്കെ സാൻലി കുറച്ച് ഷോ കാണിക്കാനായി നിൽക്കുന്നുണ്ട്. എന്റെ ട്രക്കിന്റെ അടുത്ത് നിന്ന് ആർക്കെങ്കിലും ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ കിടന്ന് ഷോ കാണിക്കുമ്പോൾ പെൺപിള്ളേർ അവിടെ കുമിഞ്ഞു കൂടുന്നുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനായി. ഇത് കണ്ട് മൂവാട്ടെ നീ ഭയങ്കര പോപ്പുലർ ആണോ എന്നൊക്കെ ചോദിച്ച് അവനെ കളിയാക്കുമ്പോൾ പിന്നെ ഞാൻ ആരാ സംഭവം എന്നൊക്കെ പറഞ്ഞ് അവനും ബിൽഡപ്പ് ഇടുന്നു. അപ്പോഴേക്കും അവനെ ഒന്ന് അവൾ ഉപദേശിക്കുന്നുണ്ട്, ഈ ഡ്രസ്സിംഗ് ഒക്കെ കൊള്ളാം, പക്ഷെ ഹെയർ സ്റ്റൈൽ ഒക്കെ ഒന്ന് കുറച്ച് മാറ്റണം, മുടി മൊത്തം മുഖത്തോട്ട് വീണിട്ട് മുഖം പോലും കാണാൻ വയ്യാന്നില്ല അവൾ പറയുമ്പോൾ ഞാനേ എന്റെ മുഖത്തിന്റെ സൗന്ദര്യം പെൺപിള്ളേരൊന്നും കാണാതിരിക്കാൻ വേണ്ടി മുടിയൊക്കെ ഇങ്ങനെ ഇട്ട് മറച്ചു വെച്ചിരിക്കുക, എങ്ങാണോ എന്റെ സൗന്ദര്യമൊക്കെ അവളുമാർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്റെ ഷോപ്പിൽ തിക്കും തിരക്കുമായിരിക്കും, പിന്നെ എന്റെ ജോലി നടക്കോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അവൻ അങ്ങ് തള്ളി മറിക്കുമ്പോൾ ഭയങ്കര ബുദ്ധി തന്നെയെന്ന് അവളും ചിരിക്കുന്നു. എന്നിരുന്നാലും മുടിയും മീശൊക്കെ കുറച്ചൊന്ന് ട്രിം ചെയ്ത് സെറ്റപ്പ് ആവണം, എന്നാ പിന്നെ ബ്രാൻഡിയേക്കാളും അതായത് നമ്മുടെ ജിന്നിനേക്കാളും ഹാൻസം ആയിരിക്കും സാൻലി എന്ന് മൂ പറയുമ്പോൾ നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കൈ നോക്കാം, എന്തായാലും ഇപ്പൊ വാ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാന്നും പറഞ്ഞ് അവൻ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം സാൻലി നേരെ ഗ്യാരേജിലേക്ക് എത്തുന്നത് അടിമുടി ആളാകെ മാറിയിട്ടാണ്. മീശയില്ല, താടി ഒരു ഇച്ചിരി പോലും ഇല്ല, മുടിയൊക്കെ വെട്ടി ഒതുക്കി നല്ല ഗെറ്റപ്പിൽ അവൻ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എന്താ പുതിയൊരു സെറ്റപ്പ് എന്നെല്ലാം ഇത് കണ്ട് ജിൻ ചോദിക്കുമ്പോൾ എല്ലാം മൂവിന്റെ ഐഡിയ അവള് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ലുക്ക് തന്നെ മാറ്റിട്ട് വന്നു, എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ സാൻലി കുറച്ച് ഷോ ഇറക്കുന്നുണ്ടെങ്കിലും ജിൻ വലിയ മൈൻഡ് ഒന്നും കൊടുക്കുന്നില്ല. മൂ ആണെങ്കിൽ അപ്പൊ അവിടെ ഇല്ല, ക്ലാസ്സിന് പോയിരിക്കുകയാണ്. അങ്ങനെ അവൾ തിരിച്ചു വരാനായി സാൻലി അവിടെ വെയിറ്റ് ചെയ്ത് കുത്തിയിരിക്കുകയാണ്. അവൾ വരുമ്പോഴേക്കും അവനൊരു ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് സൈഡിൽ ഇങ്ങനെ അവൾ തന്നെ കണ്ട് വണ്ടർ ആവുന്നത് ആലോചിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും വരുന്ന അവൾ ആദ്യം അവനെ ശ്രദ്ധിച്ചതേ ഇല്ല. തുടർന്ന് അവൻ
എന്നൊക്കെ സൗണ്ട് ഇടുമ്പോ അവൻ ഇരിക്കുന്നിടത്തേക്ക് നോക്കുന്ന ടൈമാണ് അവൾ അവനെ കാണുന്നത്. സാലി ആളാകെ മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞ് അവള് ഭയങ്കരമായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതിനൊത്ത് അവന് വലിയ ചാടിയിട്ട് നിൽക്കുമ്പോഴേക്കും ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ജിൻ മൂവിനെ വിളിക്കും. 2 തവണ അവളുടെ പേര് വിളിച്ച ശേഷമാണ് സാൻലിയോട് സംസാരിച്ച ആ ഒരു ശ്രദ്ധ വിട്ട് അവൾ ജിൻ തന്നെ വിളിച്ചു എന്ന കാര്യം റെക്കഗ്നൈസ് ചെയ്യുന്നത് തന്നെ. ഇപ്പൊ വരാന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ടേക്ക് പോന്നു. സാൻലി സൂപ്പർ ആയിട്ടുണ്ടല്ലേ, രസമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ സാൻലിയുടെ മേക്ക് ഓവറിനെ പുകഴ്ത്തുമ്പോ നീ എന്തിനാ എന്നെ പറ്റി ഓരോന്ന് സാൻലിയോട് കുത്തി കുത്തി ചോദിച്ചോണ്ടിരുന്നെന്നെല്ലാം ജിൻ പെട്ടെന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അറിയാനുള്ള ആകാംക്ഷയുടെ പുറത്താണെന്ന് അവൾ പറയുമ്പോ അവൻ അവളുടെ അടുത്തേക്ക് വളരെ ക്ലോസ് ആയി വന്നിട്ട് ദേ നോക്ക്, നമ്മള് ബയോളജിക്കൽ സിബ്ലിങ്സ് അല്ലാന്ന് നിനക്കും എനിക്ക് നന്നായിട്ട് അറിയാം. കുട്ടിക്കാലത്ത് കുറച്ച് നാൾ നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നു, അതിനുശേഷം വർഷങ്ങളോളം കണ്ടില്ല. പക്ഷെ വീണ്ടും നീ എന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നെങ്കിൽ, എന്നെ പറ്റി ഇപ്പൊ ഇങ്ങനെ അറിയാനേ ആകാംക്ഷ കാണിക്കുന്നെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? കാണുന്നവർ എന്ത് വിചാരിക്കും? നിന്റെ അച്ഛനൊക്കെ എന്ത് വിചാരിക്കുന്നില്ല? അവനിങ്ങനെ അവളുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുമ്പോ അവൾ ഒന്നും മിണ്ടുന്നില്ല. എന്താ നിനക്ക് എന്നോട് സംതിങ് ഉണ്ടോ എന്നല്ല അവൻ ചോദിക്കുമ്പോ പെട്ടെന്ന് ടെൻഷൻ കയറുന്ന അവൾ അവനെ തള്ളിയിട്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട്. അവളിങ്ങനെ വാലിന് തീ പിടിച്ച കണക്ക് ഓടുന്നത് കണ്ട് അവിടെ ഉണ്ടായിരുന്നവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ ഇനിയിപ്പോ ചുറ്റിത്തിരിഞ്ഞ് നടക്കണ്ട, സാൻലിയെ കൂടുതൽ പുകഴ്ത്തിക്കൊണ്ട് നടക്കണ്ട എന്ന രീതിക്ക് അവൻ അവളെ ഓടിച്ചു വിടുന്നതാണ്. എന്തായാലും പിന്നീട് നമ്മൾ കാണുന്നത് ലിൻ വീണ്ടും ആ ഒരു ഡംപ്ലിംഗ് ഷോപ്പിലേക്ക് എത്തുന്നുണ്ട്. നമ്മുടെ മൂവിന്റെ രണ്ടാനമ്മ അച്ഛനും നടത്തുന്ന ആ ഷോപ്പിലേക്ക് അവിടെ എത്തി അവൻ ഡംപ്ലിങ്സ് ഓർഡർ ചെയ്യുമ്പോൾ അത് സെർവ് ചെയ്യുന്ന ആ രണ്ടാനമ്മ ജിന്നിനോട് പ്രത്യേകം പറയുന്നുണ്ട്, ഞാനൊന്ന് പുറത്തു പോവാ, ഇവിടെ ഒരു കസ്റ്റമറേ ഉള്ളൂ, നീ ഒന്ന് നോക്കിയേക്കണേ. അങ്ങനെ അവർ പോയ ശേഷം ഡംപ്ലിങ്സ് കഴിക്കുന്ന ലിന്നിന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഭയങ്കര ഉപ്പായിട്ട് തോന്നുന്നവൻ അത് ടിഷ്യൂല് തുപ്പി മാറ്റി വെക്കുകയും അവിടെ തന്നെ കുക്ക് ചെയ്ത് കുറച്ച് ഫ്രൈഡ് റൈസ് ഇരുന്ന് ജിൻ കഴിക്കുന്നത് കണ്ട് ഇത് കൊള്ളൂല, ആ ഫ്രൈഡ് റൈസ് കൊള്ളാമെങ്കിൽ എനിക്ക് ഒരു പ്ലേറ്റ് ഫ്രൈഡ് റൈസ് വേണമെന്ന് പറയുമ്പോൾ വേഗം ഫ്രൈഡ് റൈസ് കുക്ക് ചെയ്ത് കൊടുക്കുന്ന ജിൻ പ്രത്യേകമായി ലിന്നിനോട് വേഗം ഇത് കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോകാനേ പറയുന്നുണ്ട്. കാരണം ലിൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് അപ്പോഴേക്കും അവനൊരു പിടുത്തം കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് കേട്ട പാടെ ലിൻ ആ ഒരു ഹാറ്റ് ഇല്ലേ, സാൻലിയുടെ അടുത്ത് നിന്ന് വാങ്ങിച്ച ഹാറ്റ്, അത് ജിന്നിന് കൊടുക്കുന്നുണ്ട്. ഞാൻ അന്വേഷിച്ചുകൊണ്ട് നടന്ന ആ ബ്ലാക്ക് കാർ റേസ് ചെയ്ത ആള് നീ ആയിരിക്കും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്ന് ലിൻ പറയുമ്പോഴാണ് ജിൻ ഇതുപോലെ റേസിങ്ങിനൊക്കെ പോകുന്ന കാര്യം ലിന്നിന് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് അവൻ അത് അറിയുന്നത് എന്ന് തന്നെ നമ്മൾ അറിയുന്നത്. എന്തായാലും ആ സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. എങ്ങനെയാണ് ബോക്സിംഗിന്റെ ആ ഒരു കാര്യങ്ങളിൽ ഇവർ തമ്മിൽ കണക്റ്റഡ് ആയിരുന്ന ഫ്ലാഷ് ബാക്ക്. ആക്ച്വലി ജിന്നിന്റെ മുകളിൽ സ്ഥിരമായി ബോക്സിംഗിൽ വെറ്റ് വെക്കുന്ന ഒരാളെ ആയിരുന്നില്ല ലിൻ. ലിൻ ആദ്യമായി ജിന്നിന്റെ ബോക്സിംഗ് കാണുന്നത് നമ്മൾ ഈ ഒരു കഥയുടെ തുടക്കത്തിൽ കണ്ടില്ല, വലിയൊരു ഘടാഘടിയനായ ഒരു ബോക്സറുമായി ജിൻ ഏറ്റുമുട്ടുന്നത് ആ ഒരു മാച്ചാണ്. അതിൽ ജിൻ ജയിച്ച ശേഷമാണ് ലിൻ ജിന്നിന്റെ അടുത്തേക്ക് പോയി എനിക്ക് വേണ്ടി നീ ഒരു മാച്ചിൽ ഇറങ്ങണം, ഞാൻ നിന്റെ മുകളിൽ ബെറ്റ് വെക്കാൻ പോവാണെന്ന് അവനോട് പറയുന്നതും രണ്ടാമതായി ഒരു മാച്ച് ഫിക്സ് ചെയ്യുന്നതും. ആ മാച്ചാണ് പിന്നീട് വാനിന്റെ അച്ഛൻ ഇറക്കിയ സാങ് എന്ന ഒരു ബോക്സറിനെ ജിൻ ഏറ്റുമുട്ടിയ മാച്ച്. പക്ഷെ അത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കാതെ ലാസ്റ്റ് ആ ഒരു എതിരാളിയെ അടിച്ചിട്ട് അവിടെ മൂവിനെ കണ്ട ജിൻ അവളുമായി അവിടെ നിന്ന് ഓടിയിട്ടുണ്ടായിരുന്നല്ലോ. അതിനുശേഷം പിന്നെ ഇവർ കണ്ടുമുട്ടിയത് ആ ബർത്ത്ഡേ പാർട്ടിക്കിടയിൽ മൂവിന് ബോധം പോയ ആ ഒരു ടൈമാണ്. അപ്പൊ പിന്നെ വീണ്ടും ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് അവിടെ അടിയായി. എന്തായാലും അതിന്റെ ഇടയിൽ അന്ന് ആ ഒരു റേസിൽ തന്നെ ഓവർടേക്ക് ചെയ്തു പോയ ആ ബ്ലാക്ക് കാർ ഓടിച്ച റേസർ ആരായിരിക്കും, അത്രയും മോഡിഫൈ ചെയ്ത കാർ ആരുടെ ആയിരിക്കും എന്നൊക്കെ ഭയങ്കരമായി ഇവൻ തലമുഖച്ചിരുന്നു. അങ്ങനെ അന്വേഷിച്ച് അപ്പൊ കിട്ടിയ ആ ഒരു ഫോട്ടോയിൽ നിന്ന് പിന്നീട് ആ ഒരു കാറിന്റെ ഡീറ്റെയിൽസ് കിട്ടി സാൻലിയിലേക്ക് എത്തുകയും സാൻലിയിൽ നിന്ന് അങ്ങനെ ഓരോ ഹിന്റുകളായാണ് ഇപ്പോ ഇത് ജിന്നാണെന്ന കാര്യം ലിൻ കണ്ടെത്തിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇപ്പോ ജിന്നിന്റെ അടുത്ത് എണ്ണി പറയുന്ന ലിൻ നമുക്ക് ഒന്നുകൂടെ റേസ് വെക്കാം, മുട്ടി നോക്കാന്നൊക്കെ പറയുമ്പോ ജിന്നിന് ഒട്ടും താല്പര്യമില്ല. നീ വിചാരിക്കുന്ന കണക്ക് ഞാൻ വലിയ സംഭവം ഒന്നും അല്ല, നിനക്ക് അങ്ങനെ ഒരു ലഹരിക്ക് വേണ്ടി റേസ് ചെയ്ത് തോൽപ്പിക്കാനായിട്ടാണെങ്കിൽ ആ ലിയാങ്ങിനെ പോയി വിളി, പ്ലേ ബോയ്, അവനും വലിയൊരു റേസർ ആണല്ലോ എന്നൊക്കെ പറയുന്ന ടീം. അവനൊക്കെ എന്ത്, അവനൊക്കെ ഓൾറെഡി ഞാൻ തോപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നീ മാത്രമാണ് ആദ്യമായിട്ട് എന്നെ ക്രോസ് ചെയ്ത് ആ റേസിൽ പോയ ഒരേ ഒരു വ്യക്തി, അതുകൊണ്ട് നിന്നെ തന്നെയാണ് എനിക്ക് റേസ് ചെയ്ത് തോൽപ്പിക്കേണ്ടതെന്ന് ലിൻ പറയുമ്പോൾ ഞാൻ അന്ന് വേണമെന്ന് വെച്ചത് ചെയ്തൊന്നുമല്ല, എന്റെ സാഹചര്യം കാരണം എനിക്കത് ചെയ്യേണ്ടി വന്നാൽ ജസ്റ്റ് ഒരു ലക്കിന്റെ പുറത്ത് ചെയ്തതാണെന്ന് കൂട്ടിക്കോ, അതുകൊണ്ട് എനിക്കൊരു റേസിനൊന്നും ഒട്ടും താല്പര്യമില്ല, വേഗം കഴിച്ചിട്ട് പോകാൻ നോക്കുന്നു പറഞ്ഞ് ജിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു. ആ ടീം ലിന്നാകട്ടെ ആ ഒരു ഫ്രൈഡ് റൈസ് എടുത്ത് കഴിക്കുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ട്, ഇവനപ്പോ നല്ല കുക്കും കൂടി ആണല്ലോ എന്ന് ജിന്നിനെ പറ്റി മനസ്സിലോർക്കുന്നുണ്ട്. അങ്ങനെ ജിൻ അവിടെ നിന്ന് റേസിന് വേണ്ടിയ ചെറിയ പ്രാക്ടീസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു മലയുടെ അവിടെ പോയി. ഈ ടീമെല്ലാം അവന്റെ മനസ്സിൽ അവനൊരു അജ്ഞാത വ്യക്തിയെ പോയി കാണാറുണ്ടല്ലോ, അങ്ങനെ ലാസ്റ്റ് അയാളെ കണ്ടപ്പോൾ നടന്ന ഒരു കോൺവെർസേഷന്റെ കാര്യങ്ങളാണ്. കാറിന് പാർട്സ് ഒന്നും കിട്ടുന്നില്ല, വരാൻ പോകുന്ന റേസിന്റെ കാര്യത്തിൽ ജയിക്കുമെന്ന് കുറച്ച് ഡൗട്ട് ആണെന്നൊക്കെ ജിൻ പറഞ്ഞപ്പോൾ നീ എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റൂ, നീ ടോപ്പ് 3 എത്തിയാൽ മാത്രമേ നമുക്ക് വേണ്ട എവിഡൻസ് കളക്ട്, അയാളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പൂട്ടിച്ചെടുക്കാൻ സാധിക്കും, അതുകൊണ്ട് ജയിക്കുക, ടോപ്പ് 3 എത്തുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നും പറഞ്ഞിരുന്നു. വേണ്ട പാർട്സ് ഒന്നും ഇല്ലാതെ എങ്ങനെയൊക്കെയോ വണ്ടി മോഡിഫൈ ചെയ്തെടുത്ത് ജസ്റ്റ് തലനാട് ഇരക്കാണ് അന്നത്തെ ആ ഒരു റേസിൽ എങ്ങനെയോ ജയിക്കാൻ ജിന്നിന് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളും അതും എല്ലാം ആലോചിക്കുന്നവൻ നേരെ അച്ഛനെ കാണാനാണ് പോകുന്നത്. അച്ഛൻ മുന്നേ നല്ലൊരു റേസർ ആയിരുന്നല്ലോ, അപ്പൊ അച്ഛനോട് ചില ഉപദേശങ്ങൾ ചോദിക്കാനായി അവൻ ഇങ്ങനെ ഇരിക്കുന്ന ടീം ചില ക്വാളിറ്റീസ് അച്ഛൻ ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട്. പേഷ്യൻസ്, കൺസിസ്റ്റൻസി, കോൺസെൻട്രേഷൻ. കേട്ടിരിക്കുന്ന ജിൻ ഇതൊക്കെ വേണമെന്ന് ചിന്തിക്കുമ്പോൾ
ഇരിക്കുമ്പോഴേക്കും ഇതൊന്നും വേണ്ട, ഒരു നല്ല റേസർ ആവാനെന്നും പറഞ്ഞ് അച്ഛൻ കുടിക്കുകയും ഡ്രിങ്ക്സ് അടിക്കുകയും ചീനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചോദിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് മട്ടില് ഇരിക്കുന്ന ജിൻ പിന്നെ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുത്തുകൊണ്ടാണ് അവനത് ചോദിക്കുന്നത്. എന്നാലേ അച്ഛൻ വല്ലതും പറയുള്ളൂ എന്ന് അവനറിയാം. കാരണം ഡ്രിങ്ക്സ് ആണ് അച്ഛന്റെ മെയിൻ സാധനം. ധൈര്യം മാത്രം മതി നല്ല റേസർ ആവാനെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ ചുമ്മാ ഡയലോഗ് അടിക്കുന്നുണ്ടെങ്കിലും നീ ഇതൊക്കെ പഠിക്കണമെങ്കിൽ നീ നാളെ രാവിലെ തന്നെ റെസ്റ്റോറന്റിലേക്ക് ഡെലിവറി ചെയ്യാനായി വന്നേക്കണമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജിന്നിന് ഇത്രയും ഞാൻ കേട്ടിരുന്നത് അവസാനം ഇത് കേൾക്കാനായിരുന്നു എന്ന് മട്ടില് അവൻ അവിടെ നിന്ന് ചമ്മി എഴുന്നേൽക്കുന്നുണ്ട്. എന്തായാലും പിന്നീട് നമ്മൾ മൂവിനെ കാണുമ്പോൾ അവളാണെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും അവൾക്ക് ജിൻ മുന്നേ അവളോട് ചോദിച്ച ആ ഒരു കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. അവൾ ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. അവൻ ആ ചോദിച്ച ശേഷം അവളാകട്ടെ അവന്റെ മുന്നിലേ പോയിട്ടില്ല. എന്തായാലും ഇത് നോട്ടീസ് ചെയ്യുന്ന സാൻലി മൂന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇതൊക്കെ ഉണ്ട് കഴിക്കാൻ, നീ വാന്നും പറഞ്ഞ് ഡിഷിന്റെ ഒക്കെ പേരൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ഞാനൊന്നും ഇല്ലാന്ന് അവള് റിപ്ലൈ അയക്കുമ്പോൾ അവൾ അങ്ങനെ അല്ലല്ലോ, തുള്ളിച്ചാടി വരണ്ടാണല്ലോ എന്ന് ഡൗട്ട് തോന്നുന്ന സാൻലി ജിന്നിനോട് നീ അവളെ വല്ലതും പറഞ്ഞോ, അതുകൊണ്ടാണോ മൂ ഇപ്പൊ ഇങ്ങോട്ട് വരാത്തെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞു അതുകൊണ്ട് അവള് വരാത്തെന്ന് അവനും പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും അടുത്ത ദിവസം രാവിലെ തന്നെ അച്ഛൻ പറഞ്ഞ കണക്ക് ഡെലിവറി ചെയ്യാനേ അവൻ പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഡെലിവറി ചെയ്ത് അവൻ റേസിന് വേണ്ടി പോളിഷ് ചെയ്യപ്പെടുമെന്ന് അച്ഛൻ പറഞ്ഞാണ് അവനെ ഡെലിവറി ചെയ്യാനായി വിടുന്നത്. തുടർന്ന് അവൻ റേസിംഗ് കാറിലാണ് ഫുഡ് ഡെലിവറി നടത്താനായി പോകുന്നത്. അങ്ങനെ ചിലയിടത്തൊക്കെ ഒരുപാട് ട്രക്ക് പോകുന്നത് കൊണ്ട് സമയത്ത് കസ്റ്റമറിന്റെ അടുത്തേക്ക് എത്താനൊക്കെ ഇവൻ കുറച്ച് പാടുപെടുന്നുണ്ട്. ചിലയിടത്തൊക്കെ പോകുമ്പോൾ ആൾക്കാര് അഴുക്ക് വെള്ളമൊക്കെ ഇങ്ങനെ റോഡിലേക്ക് എറിയുന്നത് നേരെ അവന്റെ കാറിന്റെ മുകളിലേക്ക് വീഴുകയും അങ്ങനെ പല പല കടമ്പകൾ കടന്നാണ് അവൻ ആ റേസിംഗ് കാറിൽ അന്ന് പോയി ഫുഡ് ഡെലിവറി രാവിലെ തൊട്ട് രാത്രി വരെ ചെയ്തോണ്ടിരുന്നത്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും മൂ ആകട്ടെ കിടന്നുറങ്ങാണ് അച്ഛന്റെ വീട്ടിൽ. ആ ടീമെല്ലാം അവൾക്ക് ഭയങ്കര ഓവർ തിങ്കിങ് ആണ്. ജിന്നിന്റെ കൂടെ വളരെ റൊമാൻറ്റിക് ആയിരിക്കുന്ന കണക്കൊക്കെ അവൾക്ക് ഇങ്ങനെ സ്വപ്നം വന്ന് അവൾ പതിയെ ഇതൊക്കെ സ്വപ്നമായിരുന്നോ എന്ന് ചിന്തിച്ച് എഴുന്നേറ്റിരുന്ന. എന്നാലും ഞാൻ ഇങ്ങനെ ജിന്നിനെ പറ്റി ഓർക്കുന്നത് വല്ലതും അവൻ അറിയുന്നുണ്ടോ, അവൻ എന്നെ പറ്റി അങ്ങനെയൊക്കെ തന്നെ ഓർക്കുന്നുണ്ടാവോ എന്നൊക്കെ ആലോചിച്ച് ഉറങ്ങാതെ അവനെ പറ്റി തന്നെ ചിന്തിച്ചിരുന്ന് നേരം വെളുക്കുന്നുണ്ട്. അന്ന് വന്ന് ജിന്നിനെ കാണാനും വയ്യ കാണാതിരിക്കാനും വയ്യ എന്നുള്ള അവസ്ഥയിലായിരിക്കുന്നു നമ്മുടെ മൂ. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.